നൂറയുടെ എവിക്ഷൻ വളരെ അൺഫെയറുമാണ്. അത് നൂറ എനിക്ക് തോന്നുന്നു ടോപ്പ് 2 ഒക്കെ വരേണ്ട ഒരാളാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഗേളാണ്. അത്രയും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആദിലേനേക്കാൾ ഇഷ്ടമുള്ള ഗെയിമറാണ് നൂറ. ബിക്കോസ് എല്ലാവരും വിചാരിക്കും ആദില ഭയങ്കര ഗെയിമറാണ്, പക്ഷെ അവിടെ നൂറയാണ് ശരിക്കും ഗെയിമർ. അതായത് എനിക്ക് അത് മാത്രമല്ല അതത്രയും വിൻ ചെയ്തു ഫിസിക്കലി ഇത്രയും പേരുണ്ടാവുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചെന്താണ് ടിക്കറ്റ് ഫിനാലെ ആര്യനടിക്കും അല്ലെങ്കിൽ സാബുമാൻ. സെക്കൻഡ് ഓപ്ഷൻ നൂറയുടെ പേര് ഒരാളും പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകിച്ച് കാലില് ഭയങ്കരമായിട്ട് എൻഡ്യൂറൻസ് ടാസ്കുകൾ നൂറ വേറെ ലെവലായിരുന്നു. കാരണം അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ടിക്കറ്റ് ഫിനാലെ ഒരു മാൻ ഇങ്ങനെ പറക്കുന്ന ഒരു സാധനം ടിക്കറ്റ് ഫിനാലെ അത് തന്നെ പൊട്ടിച്ചളഞ്ഞു. നൂറ അത് വിൻ ചെയ്തപ്പോഴേക്കും ആ ടിക്കറ്റ് ഫിനാലയുടെ ഫോട്ടോ ഒക്കെ മാറി നൂറ വിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്വിസ്റ്റായി പോയി. പക്ഷെ അത് ഭയങ്കര ഒരു ഇതായി പോയി വിഷമം. കാരണം വെച്ചാൽ ഇത്രയും എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും ടാസ്ക് ചെയ്ത് വിൻ ചെയ്തിട്ട് അവസാനം ആള് തന്നെ ഒരു ഫൈനൽ 5 എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു നൂറയ്ക്ക് വേണ്ടി ഇതുപോലെ വോട്ട് മറിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അവർ ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസും കാര്യങ്ങളെല്ലാം വോട്ട് ചോദിച്ച് നടക്കുന്ന ആൾക്കാരാവും. അവർക്ക് PR ഉണ്ട്, പക്ഷെ അത് ചെറിയ രീതിയിൽ എന്തോ PR ആണ് നൂറയ്ക്കും അതിലേക്കും വേണ്ടി നടക്കുന്നത്. ഞാൻ ദിയ ചേച്ചിയോട് സംസാരിച്ചു, അങ്ങനെ വലിയ പേയ്മെന്റ് കൊടുത്തോ, കാരണം കുറച്ച് പേജസ് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ അനുമോളും നൂറ ആദില പട്ട ഗേൾസ് എന്നുള്ള പേജസ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കുറച്ച് സപ്പോർട്ടുകളും അപ്പോൾ നമ്മളെ നോമിനേഷൻ വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് പേജസും അല്ലാതെ വലിയ തോതിലൊന്നും PR നടക്കുന്നില്ല അവർക്ക് വേണ്ടി. അപ്പോൾ പിന്നെ അവരുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ ആരെയും ലൈക്ക് അവർ ഭയങ്കര സ്വീറ്റ് കണ്ടന്റ്സ് മാത്രം ഇറക്കി. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ആദിലയുടെ ഇപ്പോൾ വന്നൊരു സംഭവം, അത് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് അനുമോൾ ഓൾറെഡി പരസ്പരം നമ്പർ കൈമാറി, ആ നമ്പർ താങ്കളുടേത് PR എന്നുള്ള രീതിയിലേക്ക് ആ നമ്പറാണ്, അത് പുറത്ത് സപ്പോർട്ട് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടാകത്ത്, അത് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് അക്ബറിൻ്റെ ഇതുള്ളത്. അപ്പോൾ എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും? അത് ചിലപ്പോൾ അവരത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കും. അനുമോൾ ഒരിക്കലും എൻ്റെ നമ്പർ എഴുതി കൊടുക്കാൻ വഴിയില്ല. കാരണം അനുമോൾക്ക് എൻ്റെ നമ്പർ ഓർത്തിരിക്കാൻ ഒരു വഴിയില്ല. ബിക്കോസ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അനുമോളുടെ നമ്പറോ അനുമോളുടെ ചേച്ചിയുടെ നമ്പറോ ഫാദറിൻ്റെ നമ്പറോ ഒക്കെ എഴുതി കൊടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഇവിടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും. ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഗിസേലെ ആരെല്ലാം ഔട്ടായി കഴിഞ്ഞാൽ ഗിസേൽ പറയില്ല എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയണം. ഇപ്പം പക്ഷെ അങ്ങനെ അത്രയും അടുത്ത് നിൽക്കുന്ന അല്ലേ, ഇപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നിലകൊണ്ട ഒരാളാണ് ശരിക്കും. അപ്പോൾ അതിൽ അങ്ങനെ ഒരു കള്ളം പറയേണ്ടതുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ആദില കള്ളം പറഞ്ഞതായിരിക്കില്ല, ആദില ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. നമ്മൾ ഒരിക്കലും ആദിലേനെ ഒരു നുണച്ചിയാക്കേണ്ട ആവശ്യമില്ലല്ലോ, ആദിലെ തെറ്റിദ്ധരിച്ചായിക്കൂടെ. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ അവരുടെ ടാസ്ക് ഉണ്ടല്ലോ, ഒരാൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന പോലെ. അനുമോള് എനിക്ക് തോന്നുന്നു അനുമോളുടെ മനസ്സിൽ നൂറ വിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അനുമോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ വിൻ ചെയ്താൽ നല്ലതാണ്, നീ വിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അനുമോളെ സംബന്ധിച്ച് എന്താണ് നൂറയ്ക്ക് വേണ്ടി ഒരു നമ്പർ എഴുതി അതിലേക്ക് കൊടുത്തത് എനിക്കൊന്നും ഒരു കണ്ടസ്റ്റൻ്റ് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണത്. മനസ്സിലായി? ഒരു കണ്ടസ്റ്റൻ്റ് അങ്ങനെ വിചാരിക്കുമോ എൻ്റെ നമ്പർ എഴുതി കൊടുത്തിട്ട് നൂറിനെ വിജയിപ്പിക്കുന്നു പറയുന്ന രീതിയിൽ. പക്ഷെ അത് വേറെ രീതിയിൽ വന്നു. പിന്നെ ആദ്യം തന്നെയാണ് അങ്ങോട്ട് ചോദിച്ചത് വേറെ എന്തെങ്കിലും പറയണോ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു, അല്ലാതെ അക്ബറിനെ ശരിക്കും അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരിക്കലും കള്ളം പറയാൻ സാധ്യതയില്ല. അപ്പോൾ ആ സാധനത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എവിടെ എന്തുകൊണ്ടായിരിക്കും? അതാണ് ഇപ്പോൾ അത് അക്ബറിന് ഇട്ട് കൊടുത്തത് എന്താണ്, അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറഞ്ഞ് PR നമ്പർ എഴുതി തന്നു. അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും അനുമോൾ അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോൾ ഇനി അങ്ങനെ പറഞ്ഞാലും അത് ഞാൻ ചെയ്യണമെന്നില്ല. അത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഒരിക്കലും അനുമോൾ അത് പറയില്ല. അത് ചിലപ്പോൾ അതിലേക്ക് തോന്നിയ ഒരു റോങ് സാധനമായിരിക്കാം. അതിൻ്റെ ലൈഫ് ഫീഡ് ഉണ്ട്, ആ ലൈഫ് ഫീഡിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൽ നമ്പർ എഴുതി കൊടുത്തു, നൂറയോ അതിലോ അതെല്ലാം വലിച്ച് ഏതോ കൊട്ടയിൽ എന്തോ കിട്ടുന്ന പോലെയൊക്കെ എന്തോ ഉണ്ട് ലൈഫ് ഫീഡ്. ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അതിൻ്റെ, പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ അക്ബർ ഭയങ്കരമായിട്ട് അനുവിനെ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പോൾ നാളെ എന്തായാലും ഫിനാലെ എത്തുകയാണ്, അനുമോൾ കപ്പടിക്കുമോ? കപ്പടിക്കും. എന്തുകൊണ്ട്? ഞാൻ ബിഗ് ബോസ് എല്ലാ വർഷവും കാണുന്ന ഒരാളാണ്. എല്ലാ സീസണിലും കപ്പടിച്ചേക്കുന്നത് ഒരാളാണ്. ഏതാണ്? ജനങ്ങൾ ലൈക്ക് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒറ്റപ്പെട്ട് അടിക്കുന്ന ഒരാളും ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവർ വിന്നർ ആവുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ഈ പ്രാവശ്യം ഓർഗാനിക്കലി സംഭവിച്ചത് അനുമോൾക്ക് മാത്രമാണ്. അനുമോൾ ഇപ്പോൾ നമ്മൾ ആസ് വി സ്പീക്ക് അനുമോൾ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഇപ്പോൾ ഏതെങ്കിലും മൂലയിൽ പോയി കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ അവളെ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ, ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബോധത്തോടെ ഈ കരച്ചിൽ ആക്ച്വലി അതാണോ?
ഈ ഡ്രാമയായിട്ട് മാറുന്നത് ബോധപൂർവമാണ്. നമ്മളിപ്പോൾ ഒരു 15-25 പേര് ഒരുമിച്ച് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കരഞ്ഞു പോകില്ലേ? സി 2 പേര് വന്നാൽ തന്നെ ചിലപ്പോൾ കരഞ്ഞു. അനുമോളെ നിങ്ങൾ ആദ്യം തൊട്ട് കാണുന്നല്ലേ, അനുമോൾ ചെറിയ കാര്യത്തിൽ പോലും കരയുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് കരയാതെ ബോൾഡായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് അവസാനത്തെ വീക്കിൽ, അപ്പോൾ ബിഗ് ബോസ് അവിടെ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ഒരു അവിടെയുള്ള ടോപ്പ് 7 ബൂസ്റ്റ് ചെയ്യാനാണ്, എൻകറേജ് ചെയ്യാനാണ്. അവിടെ അതാണ് നടന്നത്. അല്ല സോ അപ്പോൾ അത് അനുമോളെ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു കൈൻഡ് ഓഫ് അവിടെ അക്ബറിനെ നമ്മളിപ്പോൾ അക്ബർ ഒന്ന് കരഞ്ഞു, അക്ബറിനെ ഒന്ന് ഡീമോട്ടിവേറ്റ് പോലെ ചെയ്തു. അക്ബറിനോട് ആരോ പറഞ്ഞു എന്താ നിങ്ങളുടെ ഫാമിലിനെ ഭയങ്കര അറ്റാക്ക് ചെയ്യാണ് അനുമോളുടെ ആർമിയും PR എന്നൊക്കെ. അത് കേട്ടപ്പോൾ അക്ബർ കരയുന്നു. അക്ബർ കരഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾ വന്നേക്കുന്നത് മോട്ടിവേറ്റ് ചെയ്യാനാണ്. ഇതേ സമയം അനുമോൾ അവിടെ കൂട്ടായിട്ട് അറ്റാക്ക് വേറെ സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ ബിഗ് ബോസ് ഇടപെടുന്നില്ല, ആരും ഇടപെടുന്നില്ല. അനുമോൾ എങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് തന്നെ ഒരു കാര്യം ചോദിച്ചുകൊണ്ടോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ കപ്പടിക്കുന്ന അത്രയും ആത്മവിശ്വാസം പറയുന്നുണ്ട്. താങ്കളല്ല അനുമോളുടെ PR അല്ലായിരുന്നെങ്കിൽ ഞാൻ അല്ലെങ്കിലും കപ്പടിക്കും. ആരാണ് അനുമോൾക്ക് ഇപ്പോൾ ഞാനാണ് ചിലപ്പോൾ അനുമോളുടെ നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര ഹെയ്റ്റ് അനുമോൾ കിട്ടുന്നത്. ഞാൻ ഇല്ലെങ്കിൽ പോലും ആ കുട്ടി കപ്പടിക്കും, പിന്നെ ഉറപ്പാണ്. കാരണം അത്രയും പബ്ലിക്. ഞാൻ അനുമോളിനെ താങ്കൾ PR അല്ല, ആ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിൽ മറ്റൊരാൾക്കാണ് PR എടുത്തത് എങ്കിൽ സാധ്യത മാറുമായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ഇവർക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. ഞാനൊരു PR ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത്. കാരണം അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അനുമോൾ എനിക്ക് തന്നിട്ടില്ല. 16 ലക്ഷം അത്ര വലിയ ഫണ്ടല്ലേ? 16 ഒന്നല്ല. അതെങ്ങനെയോ വന്ന സ്റ്റോറിയാണ്. ഒരിക്കലും അത് 16 ലക്ഷം ഒന്നും ഇല്ല. വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ശരിക്കും ഈ ചെറിയ ഫണ്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പലവട്ടം ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുമോള് പോകുന്നതിന് മുമ്പ് തന്ന ഒരു ഫണ്ട്, ബിക്കോസ് ഞാൻ അനുമോളിലെ എന്താ പറയുക, എനിക്ക് അനുമോളോട് സംസാരിച്ച് അവർക്ക് ഒരു വലിയൊരു സൈബർ അറ്റാക്ക് വരും. എനിക്ക് സായിനെ വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാവും. കാരണം സായിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സായി, നമുക്ക് ഈ സീസണിലെങ്കിലും നമുക്ക് സൈബർ അറ്റാക്ക്, കാരണം കഴിഞ്ഞ സീസണിൽ ജാസ്മിന് ഭയങ്കര സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയേച്ചി ആയിരുന്നു ആ സമയത്ത് ദിയാസന ജാസ്മിൻ്റെ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ കളക്ടറാണ്. എല്ലാ പ്രാവശ്യവും ഇപ്പം ഞാൻ ജിൻഡോൻ്റെ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ദിയാസനയോട് സംസാരിക്കും. അപ്പോൾ ദിയ ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ജിൻഡോനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ദിയ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യും, അത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ. ഞാനും അതേപോലെ ദിയ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യും, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനും. ബിക്കോസ് ഞങ്ങളുടെ ആഗ്രഹം ജിൻഡോ ജാസ്മിനും കൂടി ടോം ആൻഡ് ജെറി കോംബോ ആവണമെന്നൊക്കെ ആയിരുന്നു. ദിയ ചേച്ചിക്കും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഈവൻ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് പറയാം, ഫിനാലേക്ക് ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ ജാസ്മിൻ്റെ ബാപ്പ ഉമ്മ ഞങ്ങളൊരു ഭയങ്കര സൗഹൃദത്തിൽ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിലടിയിൽ ഫുള്ള് ചീത്തവിളിയായി. മനസ്സിലായി? ബിക്കോസ് അവരെ നമ്മൾക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് ചെയ്യുന്ന ആളല്ല എന്ന് പുള്ളിക്കാരിക്കും അറിയാം, ദിയേച്ചിക്ക് അറിയാം. കാരണം ജാസ്മിൻ ഒരു സമയത്ത് അത് വിശ്വസിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പലരും വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ ചേച്ചി അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തു. അവനൊരിക്കലും ചെയ്തിട്ടില്ല, ബിക്കോസ് അവനായിട്ട് ഞാൻ എല്ലാ ദിവസവും ടച്ചിലാണ്. അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഗ്രേഡിങ് കൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും വോട്ടായിട്ട് കൺവേർട്ട് ആവില്ല. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം.